ഗസ്റ്റുകൾ എത്തുന്നു, ഗസ്റ്റുകളെ ഇരുത്തുന്നു, അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 20 വർഷത്തിന് ശേഷം അത് അത്തരം ചർച്ചകളുടെ ഒരു നിലവാരം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വളരെ ദയനീയമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമെല്ലാം നിൽക്കുന്നു. ചർച്ചകൾ കണ്ടാൽ മതിയോ മലയാളിക്ക്, അതോ വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള അവലോകനങ്ങൾ മാധ്യമ സമൂഹത്തിൽ നിന്ന് കാണണോ എന്ന് ചോദിച്ചാൽ അതും മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാറിയിരിക്കുന്നു. കുത്ത്, കൊല, വെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാനും നല്ല കാര്യങ്ങൾ പറയുന്നതൊന്നും കാണണ്ട എന്നുള്ളതുമാണ്. സ്വാഭാവികമായിട്ടും അതൊരു പ്രോഗ്രാമിന് റേറ്റിംഗ് ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ പരസ്യക്കാരൻ മാറും, ആ പ്രോഗ്രാം ഇല്ലാതാകും. മറിച്ച് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം മറ്റതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് സ്വാഭാവികമായ മാധ്യമ മാനേജ്മെൻറ്റ് എത്തുകയും ചെയ്യും. അങ്ങനെ മാധ്യമ മാനേജ്മെൻറ്റുകൾ എത്തി ഈ വർത്തമാനത്തിൻ്റെ രീതി അങ്ങ് മാറി. ഞാൻ കണ്ട കാഴ്ചകൾ ഒന്ന്, എനിക്ക് എന്നെ തന്നെ അലസപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. ഏത് വാർത്ത നമ്മൾ കൊടുക്കണം എന്ന് ചോദിക്കുമ്പോൾ അത് പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ട വാർത്ത കൊടുക്കണം എന്ന് മാർക്കറ്റ് നമ്മളോട് പറയുമ്പോൾ ആ വാർത്ത ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു വിഭാഗമായി മാത്രമേ ഞാൻ മാധ്യമപ്രവർത്തകരെ കാണുന്നുള്ളൂ. അതിൻ്റെ കാരണം 2 രീതികളുണ്ട്. നല്ല വാർത്ത എന്നൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. അതായത് സമൂഹത്തിലുണ്ടാകുന്ന പ്രത്യാശനിർഭരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത നല്ല രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മാതൃകയാക്കേണ്ട കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ നല്ല വാർത്ത ചെയ്തു. ഒപ്പം കുറ്റകൃത്യങ്ങളുടെ ലോകം, ഒരു ദിവസം നടന്നിട്ടുള്ള കൊലപാതകം, അതോടൊപ്പം തന്നെ പീഡനങ്ങളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഡയൽ 100 എന്ന് പറഞ്ഞൊരു വാർത്തയും ചെയ്തു. നിർഭാഗ്യമെന്ന് പറയട്ടെ, നല്ല വാർത്തയ്ക്ക് പ്രേക്ഷകർ വളരെ കുറവും ക്രൈം വാർത്തയ്ക്ക് പ്രേക്ഷകർ ഒരുപാട് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ സമൂഹം ആഗ്രഹിക്കുന്നത് കുത്ത്, കൊല, വെട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാനും നല്ല കാര്യങ്ങൾ പറയുന്നതൊന്നും കാണണ്ട എന്നുള്ളതുമാണ്. സ്വാഭാവികമായിട്ടും അതൊരു പ്രോഗ്രാമിന് റേറ്റിംഗ് ഇല്ലാതെ വരുമ്പോൾ അതിൻ്റെ പരസ്യക്കാരൻ മാറും, ആ പ്രോഗ്രാം ഇല്ലാതാകും. മറിച്ച് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം മറ്റതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് സ്വാഭാവികമായ മാധ്യമ മാനേജ്മെൻറ്റ് എത്തുകയും ചെയ്യും. അങ്ങനെ മാധ്യമ മാനേജ്മെൻറ്റുകൾ എത്തി ഈ വർത്തമാനത്തിൻ്റെ രീതി അങ്ങ് മാറി. ഞാൻ കണ്ട കാഴ്ചകൾ ഒന്ന്, എനിക്ക് എന്നെ തന്നെ അലസപ്പെടുത്തിയ ഒരു കാഴ്ചയാണ്. അതായത് വയനാട്, ഞാൻ 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. മേപ്പാടിയിൽ നിന്ന് മുണ്ടക്കൈ വരെയുള്ള ദൂരം ഞങ്ങൾ നടക്കുകയായിരുന്നു ഇടയ്ക്കൊക്കെ, വാഹനങ്ങൾ കിട്ടാതെ. അന്ന് ചൂരന്മല, മുണ്ടക്കൈ പ്രദേശങ്ങളൊക്കെ തന്നെ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്നു കിടക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയെല്ലാം കണ്ട് നമ്മളിങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ഒരു മാധ്യമം സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് വീടുകൾ വെച്ചു കൊടുക്കുക, അവരെ സഹായിക്കുമെന്ന് പറഞ്ഞൊരു ഷോ നടത്തുമ്പോൾ അതിലൊരു മാധ്യമപ്രവർത്തനം പറയാണ് എൻ്റെ മുതലാളിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന്. സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സലിപ്പ് എനിക്കും തോന്നിയിട്ടുണ്ട്. ആദ്യമേ സൂചിപ്പിച്ചല്ലോ, സ്വയം വിമർശനപരമായി തന്നെ പറയാം. ആ രീതിയിലേക്ക് മാധ്യമപ്രവർത്തനം മാറി എന്നുള്ളത് അത് മാനേജ്മെൻറ്റുകളുടെ താല്പര്യത്തിന് വേണ്ടിയും അവരുടെ രാഷ്ട്രീയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുമാണ് എന്നുള്ളതാണ് സത്യം. എന്നാൽ അങ്ങനെയുള്ള മുതലാളിമാരുടെ കൂടെ നമ്മൾ നിൽക്കാമോ, നമുക്ക് സ്വന്തമായി മാറി നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു പോരാട്ടം ആവശ്യമാണ്. ആ പോരാട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗം പറയാനുള്ളത് നമുക്ക് ഏത് വെപ്പണാണോ കിട്ടുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാധ്യമങ്ങളുടെ വാർത്താവർത്തമാനം എന്നതിനെ ഒരു പരിധിയൊക്കെ നമ്മുടേതായ രാഷ്ട്രീയ ബോധത്തോടുകൂടി മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതനുസരിച്ചുള്ള ഒരു ചർച്ച സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ മാറ്റമുണ്ടാകും. പിന്നെ രാത്രികാല ചർച്ചകൾക്കും നികേഷ് കോയി, ഞങ്ങൾ ഒരുമിച്ച് 2004 സമയത്താണ് ഈ ചർച്ചകൾ ആരംഭിക്കുന്ന സമയം. അന്ന് എനിക്ക് ഓർമ്മ, ഞാൻ തിരുവനന്തപുരത്ത് ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് രാത്രി 9 മണിയാണെന്ന് ചർച്ച. ഇന്ത്യ വിഷൻ അന്ന് 9 മണി ചർച്ച നടത്തുമ്പോൾ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗസ്റ്റുകളെ എല്ലാം വിളിക്കുക എന്നുള്ളതാണ്. ഗസ്റ്റുകൾ എത്തുന്നു, ഗസ്റ്റുകളെ ഇരുത്തുന്നു, അത് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 20 വർഷത്തിന് ശേഷം അത് അത്തരം ചർച്ചകളുടെ ഒരു നിലവാരം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വളരെ ദയനീയമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമെല്ലാം നിൽക്കുന്നു. ചർച്ചകൾ കണ്ടാൽ മതിയോ മലയാളിക്ക്, അതോ വസ്തുതാപരമായിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള അവലോകനങ്ങൾ മാധ്യമ സമൂഹത്തിൽ നിന്ന് കാണണോ എന്ന് ചോദിച്ചാൽ അതും മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തി മാറിയിരിക്കുന്നു. അപ്പോൾ ഏകാധിപതികൾക്ക് മുമ്പിലല്ല, മാർക്കറ്റിന് മുമ്പിൽ വളരെ മുന്നേ തന്നെ മാധ്യമങ്ങൾ അത് പക്ഷപാതഭേദമില്ലാതെ മുഴുവൻ പേരും കീഴടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ സ്വാധീനം എല്ലാ മേഖലയിലുമുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ട് വെറുതെ നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ മാധ്യമ പ്രവർത്തന രീതിയിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ചോ സംസാരിച്ചിട്ട് കാര്യമില്ല. അവിടെ ഏകാധിപതികളുണ്ടാകും. ഏകാധിപതികൾ ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ മാധ്യമങ്ങൾ നിർബന്ധിതരാകും. അതിലേക്കായിരിക്കും മാർക്കറ്റ് അവരെ നയിക്കുക. ആ സത്യം കൂടി
മനസ്സിലാക്കി വേണം നമ്മൾ ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത്. അതുകൊണ്ട് മാധ്യമ വർത്തമാനം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മാർക്കറ്റുകളുടെ വർത്തമാനമായി മാറിയിരിക്കുന്നു.